അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനികളെ. മരണവാർത്തയാണ്. ഇതുപോലുള്ള വാർത്തകൾ കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ കൂടെ കൂടാം. മരണവാർത്തകളാണ് നമ്മൾ ഇതിലൂടെ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കാറ്. ഒരുപാട് മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ അവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുമുണ്ട്. നിങ്ങളൊക്കെ ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് നമ്മൾ ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. ചില മരണങ്ങൾ നമ്മളെ ഏറെ വേദനിപ്പിക്കാറുണ്ട്, അതുപോലെ തന്നെ നമ്മളെ വെറുപ്പിക്കാറുമുണ്ട്. അതുപോലൊരു മരണവാർത്തയാണ് എനിക്ക് നിങ്ങളെ അറിയിക്കാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു പൊന്നുമോള് മരണപ്പെട്ടിരിക്കുകയാണ്. മരണപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല, മരിച്ചു കളഞ്ഞതാ, സ്വയം ജീവനൊടുക്കിയതാ. ചെറിയ വയസ്സൊന്നല്ല, പ്രായം 16 വയസ്സുണ്ട്. കുറച്ചൊക്കെ ചിന്തിക്കാനുള്ള വിവേക ബുദ്ധിയുള്ള മകൾ. പ്രിയപ്പെട്ടവരെ, മക്കൾ വളർന്നാൽ ആ വളർച്ചക്കനുസരിച്ചുള്ള പരിഗണന നമ്മൾ മാതാപിതാക്കൾ കൊടുക്കണം. നമ്മൾക്ക് അവർ എന്നും മക്കളാണ്. ലാളിച്ചു കൊഞ്ചിച്ച് ആരംഭിച്ച് വളർത്തിയതാ നമ്മുടെ മക്കളെ. അതുകൊണ്ട് തന്നെ അവർ വളരുന്നത് നമ്മൾ മനസ്സിലാക്കാറില്ല. എന്നും നമ്മൾ കുഞ്ഞു മക്കളെ പോലെയാണ് നമ്മുടെ മക്കളെ കാണാറ്. അരുത്, അങ്ങനെ ചെയ്യരുത്. മക്കൾ എന്ന് പറയുന്നത് ഇസ്തിരിപ്പെട്ടി പോലെയാണ്. അധികം അങ്ങ് ചൂടായാൽ കത്തിപ്പോകും. നമ്മൾ ഒക്കത്തെടുത്ത് വളർത്തിയ നമ്മുടെ മക്കളാണ്. അതേ പരിഗണനയാണ് നമ്മൾ വളർന്നാലും അവരോട് കാണിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ മാതാപിതാക്കൾക്ക് തെറ്റുപറ്റുന്നത്. മക്കളുടെ വളർച്ചക്കനുസരിച്ച് നമ്മൾ പെരുമാറുന്നില്ല. ഞാൻ കുറ്റപ്പെടുത്തുന്നല്ല. നമ്മൾ കാരണം ആരും മരണപ്പെടാൻ പാടില്ല. നമ്മൾ കാരണം ആരും സങ്കടപ്പെടാനും പാടില്ല. ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയായിരുന്നു ഇന്ന് കേട്ടത്. ചടയമംഗലത്ത് ഒരു +2 വിദ്യാർത്ഥിനി വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി, അതും രാത്രി 9 മണിയോടെ. എന്തായിരിക്കും സംഭവം? ലാളിച്ച് കൊഞ്ചിച്ച് ആരംഭിച്ച് വളർത്തിയ മകളെ സ്നേഹത്തിൻ്റെ പേരിൽ ഒന്ന് വഴക്ക് പറഞ്ഞതാ ഉമ്മ. അതിന് ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും ആ ഉമ്മ കരുതിയിരുന്നില്ല. മക്കൾ കാരണം ഇന്ന് മാതാപിതാക്കൾക്ക് വേദനകൾ മാത്രം. ഏതെങ്കിലും രീതിയിൽ അവർ നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പെണ്ണായാലും ആണായാലും. മക്കളില്ലാത്തവർക്ക് മക്കളില്ലാത്തതിൻ്റെ വിഷമം, മക്കളുള്ളവർക്കോ ഉള്ളതിൻ്റെ വിഷമം, അവരെ കൊണ്ടുള്ള പ്രയാസം. ഒന്നുമില്ലെങ്കിലും ആരെക്കൊണ്ടെങ്കിലും പറയിപ്പിച്ചെങ്കിലും അവർ നമ്മളെ വേദനിപ്പിക്കും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മക്കളെ അധികം സ്നേഹിക്കാൻ പാടില്ല. സ്നേഹം വേണം നമ്മുടെ മനസ്സിൽ. അത് പണ്ടൊക്കെ മുതിർന്നവർ പറയാറുണ്ട്, ദേ മക്കളെ അധികം സ്നേഹിക്കല്ലേ, സ്നേഹം മനസ്സിൽ വെക്കുക. ഇത് ആരംഭം കൂടിയതാണെന്നേ. നമ്മുടെ അമിതമായ സ്നേഹം കാരണം നമ്മൾ അവരെ ഒന്ന് മുഖം കറപ്പിച്ച് നോക്കുന്നത് പോലും അവർക്ക് സഹിക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ നമ്മൾ അവരെ അങ്ങനെ സ്നേഹിച്ചു പോയി, അങ്ങനെ ലാളിച്ചു പോയി. അവർക്കത് താങ്ങാൻ പറ്റണമെന്നില്ല. മരണപ്പെട്ടിരിക്കുന്നത് ചടയമംഗലം ഇടുക്കിപ്പാറ സഫ ജില്ലയിൽ സജീർ സീന ദമ്പതികളുടെ മകൾ അഫ്ര ശ്രേഹയാണ് ഇതുപോലെ മരിച്ചു കളഞ്ഞത്. തൂങ്ങിയതാ ബെഡ്റൂമിൽ, ഉമ്മ വഴക്ക് പറഞ്ഞതിന്. എന്താ ഉമ്മക്കൊന്ന് വഴക്ക് പറഞ്ഞൂടെ? നിങ്ങളെയൊക്കെ സ്നേഹിക്കാനും ലാളിക്കാനും മാത്രമേ ഉമ്മക്ക് അർഹതയുള്ളൂ. ഉമ്മ വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടായിരിക്കില്ലേ, നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കില്ലേ? അതിന് ഇത്രമാത്രം ഒരു വേദന ആ മാതാവിന് കൊടുക്കണമായിരുന്നോ പൊന്നുമോളെ? ചെറിയ പ്രായമൊന്നുമല്ലല്ലോ, 16 വയസ്സുണ്ട്. പക്വതയെത്തിയ കുട്ടിയാണ്. ഉമ്മ വഴക്ക് പറഞ്ഞതിന് ഇന്നലെ രാത്രി 9 മണിക്ക് വീടിൻ്റെ 2ാം നിലയിലെ കിടപ്പുമുറിയിൽ ജനൽ കമ്പിയിൽ ജീവിതം അവസാനിപ്പിച്ചു. ആ മാതാവ് ഒരിക്കലും കരുതിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ മുറിയുടെ വാതിൽ തുറക്കാതെ കണ്ടപ്പോൾ, ചവിട്ടി പൊളിച്ചപ്പോഴാണ് ആ ഒരു നെഞ്ചു പൊട്ടിക്കുന്ന കാഴ്ച കണ്ടത്. തളർന്നു പോയിരുന്നു ആ മാതാവ്. പടച്ചറബ്ബേ, ആ മാതാവിന് നീ ക്ഷമയും സമാധാനവും നീ കൊടുക്കണേ റബ്ബേ. ആ മാതാവിൻ്റെ മനസ്സ് മാറാതെ നീ തന്നെ നോക്കണേ റബ്ബേ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യണം. ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ദുആ ചെയ്യണം. മക്കൾ മരണപ്പെട്ടാലുള്ള അവസ്ഥ നമുക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ ഇതുപോലൊരു മരണം കൂടിയാകുമ്പോൾ ആ മാതാവിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. വല്ലാത്തൊരു വേദനയും വെറുപ്പും തന്നാണ് ആ പൊന്നുമോൾ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത്. തൂങ്ങി നിൽക്കുന്ന മകളെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ആ മോളുടെ ജീവൻ രക്ഷിക്കാനായില്ല. മരണപ്പെട്ടു. മരിക്കാൻ വേണ്ടി ചെയ്തതായിരുന്നു. മാതാവ് ഒന്ന് വഴക്ക് പറയുമ്പോഴേക്കും മാതാവ് മോശം, നമുക്കിഷ്ടമല്ല മാതാവിനെ. ഇത്ര നാളും ലാളിച്ചും കൊഞ്ചിച്ചും തോളത്ത് കിടത്തിയുറക്കിയതൊന്നും ഓർമ്മയുണ്ടാവില്ല, എല്ലാം മറന്നുപോകും. പ്രിയപ്പെട്ട മോമിനികളെ, മരണപ്പെട്ടവർ പടച്ചറബിലേക്കാണ് മടങ്ങിയത്. മരണപ്പെട്ടു പോയവർക്ക് നമുക്കിനി ചെയ്യാനുള്ളത് അവർക്ക് മഹഫിറത്തിന് വേണ്ടി ചോദിക്കുക എന്നുള്ളതാണ്. മരണപ്പെട്ടു പോയവരെ കുറ്റപ്പെടുത്തിയത് കൊണ്ട് നമുക്കതിൽ വലിയ നേട്ടമൊന്നുമില്ല. പടച്ചറബിൻ്റെ കോപത്തിന് ഇരയാകാമെന്നല്ലാതെ അതിനെക്കൊണ്ട് യാതൊരു ഗുണവുമില്ല. പടച്ചറബിലേക്കാണ് ആ പൊന്നുമോള് മടങ്ങിയിരിക്കുന്നത്. എല്ലാവരും ദുആ ചെയ്യണം. പടച്ചറബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, തെറ്റുപറ്റിയതായിരിക്കും പടച്ചറബ്ബേ, പുറത്തു കൊടുക്കണേ റബ്ബേ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും ഈ പൊന്നുമോളെ നീ കാക്കണേ റബ്ബേ. പടച്ചറബ്ബേ, ചെറിയ പ്രായമാണ് റബ്ബേ. ജീവിതത്തിൽ ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു കൊടുക്കണേ റബ്ബേ. മഹഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. സ്വർഗം കൊടുക്കണേ അല്ലാ, നരകം നീ ഹറാമാക്കി കൊടുക്കണേ റബ്ബേ.
പടച്ച റബ്ബേ, കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ബുദ്ധിയില്ലായ്മ കൊണ്ട് ചെയ്തു പോയതാണ് റബ്ബേ, പുറത്തു കൊടുക്കണേ റബ്ബേ. ഖബർ നീ വിശാലമാക്കി സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കണേ റബ്ബേ, സ്വർഗം കൊടുക്കണേ അല്ലാ. പടച്ച റബ്ബേ, ആത്മഹത്യ പോലുള്ള മരണത്തെ തൊട്ട് ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. ഈ മോളുടെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. അവരുടെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല റബ്ബേ. അവരുടെ മനസ്സ് മാറാതെ നീ നോക്കണേ റബ്ബേ. അവരുടെ നാളെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഈ മോളുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.